ഷോക്കാസ്റ്റ് 369 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കൾക്ക് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക്റോക്ക് എന്ന ആൻഡ്രോയിഡ് മാൽവെയറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 337ഓളം ആൻഡ്രോയിഡ് ആപ്പുകളിൽ നിന്നും ഡാറ്റ മോഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ മാൽവെയർ. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ മാൽവെയർ പല ജനപ്രിയ ആപ്പുകളെയും ആക്രമിക്കാൻ പ്രാപ്തമാണ്. എന്താണ് ഈ മാൽവെയർ? മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് മാൽവെയറിൻ്റെ പൂർണ്ണരൂപം. നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് തകരാറുകൾ സൃഷ്ടിക്കുകയും സിസ്റ്റം ക്രാഷുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളെ പൊതുവായി വിളിക്കുന്ന പേരാണിത്. പ്രധാനമായും മാൽവെയറുകൾ 3 തരത്തിലാണുള്ളത്: വൈറസ്, വേം, ട്രോജൻ. ആദ്യമായി എങ്ങനെയാണ് വൈറസ് നമ്മുടെ സിസ്റ്റത്തിനെയും ഫോണിനെയും ഒക്കെ ബാധിക്കുന്നത് എന്ന് നോക്കാം. സ്വയം പെരുകാൻ കഴിവുള്ളതും സിസ്റ്റത്തിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വൈറസ്. ഫയലുകളെ ബാധിച്ചു തുടങ്ങി പിന്നീട് സിസ്റ്റം മുഴുവൻ വ്യാപിക്കാനുള്ള കഴിവുണ്ട് വൈറസിന്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുന്നതിന് ഹോസ്റ്റ് കമ്പ്യൂട്ടർ അതിനെ ടാർഗറ്റ് കമ്പ്യൂട്ടറിൽ എത്തിക്കണം. അതായത് ഏതെങ്കിലും എക്സിക്യൂട്ടബിൾ ഫയലിൻ്റെ സഹായത്തിലോ അല്ലെങ്കിൽ ഫ്ലോപ്പി, CD, USB, പ്രധാനമായും ഇൻ്റർനെറ്റ് വഴിയോ ആണ് വൈറസ് വ്യാപിക്കുക. സാധാരണയായി ഇവ മറ്റേതെങ്കിലും പ്രോഗ്രാമുകളുടെ എക്സിക്യൂട്ടബിൾ ഫയലിനോട് ചേരുകയും അത്തരം പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം അവയോടൊപ്പം വൈറസ് കോഡുകൾ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു തരം മാൽവെയറാണ് വേം. സ്വയം പെരുകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വേമുകൾ. സ്വയം റൺ ചെയ്യാം എന്നതാണ് വൈറസിൽ നിന്നും ഇവയ്ക്കുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇവയ്ക്ക് റൺ ചെയ്യാൻ ഹോസ്റ്റ് പ്രോഗ്രാമുകളുടെ ആവശ്യമില്ല. ഇവ കൂടുതലായും നെറ്റ്വർക്കിൻ്റെ ബാൻഡ്വിഡ്ത്ത് അപഹരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ട്രോജൻ. ഇവയ്ക്ക് സ്വയം പെരുകാൻ സാധിക്കില്ല. യൂസറിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് കടന്നുകയറ്റത്തിന് വഴിയുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലേക്ക് റിമോട്ട് ആക്സസിന് വേണ്ടിയാണ് ഹാക്കേഴ്സ് ഇവയെ ഉപയോഗിക്കുന്നത്. റൂട്ട് കിറ്റ്സ്, ക്രൈം വെയേഴ്സ്, ആഡ്വെയേഴ്സ്, സ്പൈവെയേഴ്സ്, അങ്ങനെ നീളുന്നു മാൽവെയറുകളുടെ നിര. ഇനി നമുക്ക് ബ്ലാക്ക്റോക്ക് എന്ന ആൻഡ്രോയിഡ് മാൽവെയറിലേക്ക് തിരിച്ചു വരാം. ഈ മാൽവെയറിനെതിരെ ഇന്ത്യയുടെ ഔദ്യോഗിക സൈബർ സെക്യൂരിറ്റി ഏജൻസിയായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ മാൽവെയറിനെ കുറിച്ച് മൊബൈൽ സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ത്രെഡ് ഫാബ്രിക് നൽകിയ മുന്നറിയിപ്പുകൾ പ്രകാരം സീറെക്സ് എന്ന അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട മറ്റൊരു മാൽവെയറിന്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് തന്നെയാണ് ബ്ലാക്ക്റോക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സീറെക്സിനേക്കാൾ കൂടിയ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. 337 ആൻഡ്രോയിഡ് ആപ്പുകളിൽ നിന്നും ഡാറ്റ ചോർത്താൻ ഈ മാൽവെയറിന് സാധിക്കും. ഇതിൽ ഡേറ്റിംഗ്, ഷോപ്പിംഗ്, ലൈഫ് സ്റ്റൈൽ, ന്യൂസ് ആപ്പുകൾ തുടങ്ങി എല്ലാം ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഈ മാൽവെയർ ആക്രമിച്ച പ്രധാനപ്പെട്ട ആപ്പുകളാണിവ. ബാങ്കിംഗ് വിവരങ്ങളും ഈ മാൽവെയറിന് ചോർത്താൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പോലും മോഷ്ടിക്കാൻ ബ്ലാക്ക്റോക്കിന് സാധിക്കും. ഓവർലേ എന്ന രീതി ഉപയോഗിച്ചാണ് ബ്ലാക്ക്റോക്ക് വിവരങ്ങൾ ചോർത്തുന്നത്. വിശ്വസ്തമായ പല ആപ്പുകളിലും നമ്മൾ വിവരങ്ങൾ ചേർക്കുമ്പോൾ ഫേക്ക് വിൻഡോകളും പോപ്പപ്പുകളും ഉപയോഗിച്ച് വിവരങ്ങൾ കൈക്കലാക്കാൻ ഈ മാൽവെയറിന് സാധിക്കും. ആൻഡ്രോയിഡ് ഡിവൈസ് പോളിസി കൺട്രോളറിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അഡ്മിൻ ആക്സസ് ലഭിക്കുന്നതിലൂടെയാണ് ഈ മാൽവെയർ ഓവർലേകൾ സ്ഥാപിക്കുന്നത്. ഇതിലൂടെ മാൽവെയറിന് കീലോഗ്, SMS, ഡിവൈസ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യൽ, ലോക്ക് സ്ക്രീൻ, ആപ്പ് ഹൈഡിംഗ് ഇവയൊക്കെ ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതെങ്ങനെ തടയാം? കൂടുതലായും ഫേക്ക് ഗൂഗിൾ അപ്ഡേറ്റുകളിലൂടെയാണ് ഈ മാൽവെയറുകൾ ഫോണുകളിലേക്ക് കടന്നു കയറുന്നതിനുള്ള വഴിയൊരുക്കുന്നത്. സൂക്ഷ്മതയോടെയുള്ള ഇൻ്റർനെറ്റ് ഉപയോഗം കൊണ്ട് ഒരു പരിധിവരെ മാൽവെയറുകളെ തടയാം. അനുയോജ്യമായ ഫയർവാളുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ക്വാളിറ്റിയുള്ള ആൻഡ്രോയിഡ് പ്രോഗ്രാം ഉപയോഗിക്കുക. അത് ശരിയായി അപ്ഡേറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് സോഫ്റ്റ്വെയറുകളും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഓട്ടോ റൺ ഡിസേബിൾ ചെയ്യുന്നതും നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സിസ്റ്റത്തിനെ ഇത്തരത്തിലുള്ള മാൽവെയറുകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും.
ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഷോക്കാസ്റ്റ് 369 ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വിഷയവും ചുവടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.